നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. എനിക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ മയക്കുമരുന്ന് വെക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു. ബ്രോ ഐ എം എ സ്ട്രീമർ. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രീമേഴ്സിന് എത്ര വരുമാനമുണ്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ. സമാധാനമായല്ലോ. ആരും ഇല്ലീഗൽ മണി എന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നത് ഒരു സ്ട്രീമറിന് ഒരിക്കലും ഇല്ലീഗലായിട്ട് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇറ്റ്സ് യുവർ ഡ്രഗ് ബിസിനസ് എന്നാണ്. അതിനുള്ള ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് രക്ഷപ്പെട്ടു പോയേനെ. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഒരു മണിക്കൂറിന് കിക്ക് തന്നുകൊണ്ട് അത് അവർലി ഫീ ഓഫ് $250. അതായത് ഒരു മണിക്കൂറിന് ഏകദേശം 21,000 ഇന്ത്യൻ മണി. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? ഏറ്റവും ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? 1 ലക്ഷം ഒരു ദിവസം ആവറേജ് ഉണ്ടാക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ആലോചിച്ച് നോക്ക്. ഞാൻ 8 മണിക്കൂർ സ്ട്രീം ചെയ്ത ദിവസം ഉണ്ട് ഓരോ ദിവസം. ഇതിന്റെ ഇടയിൽ വറ്റി കുത്തിയിട്ട് തന്നെ അല്ലാണ്ടെന്താ പറയാ, മേലനങ്ങാൻ ഒരു പണിയിട്ട് ഇല്ലേനും തിന്നാനാണെങ്കിൽ വേണ്ടോളം ഉണ്ടേനും അതങ്ങോട്ട് ദയിപ്പിക്കണ്ടേ. വേറെ എന്തെങ്കിലും ഇത് ഇല്ലീഗൽ ഗാംബ്ലിംഗ് മണി അല്ലെങ്കിൽ മറ്റേ ബെറ്റിങ്ങിന്റെ പൈസ ഒന്നും ഉള്ളതുകൊണ്ടല്ല. പിള്ളേരല്ലേ പുണ്ണാക്കല്ലേ എന്ന് വിചാരിക്കും തോറും തലേ കയറി പൊറോട്ട അടിക്കുക. മനസ്സിലായോ? അതായത് ഒരു ദിവസം സ്ട്രീം ചെയ്ത 1 ലക്ഷം റുപ്യ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം മാത്രം തരും. പിന്നെ സൂപ്പർ ചാറ്റ്, ഗൂഗിൾ പേ അങ്ങനെ ആയിട്ട് കുറെ പൈസ അവിടെ വരും. പിന്നെ പ്രൊമോഷൻസ് അത് ഇത് അങ്ങനെ പറയും, ഇനോഗ്രേഷൻസ് അത് ഇതായിട്ട് അങ്ങനെ പറയും. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. അങ്ങനെ വരുന്ന ഞാൻ എന്തിനാടാ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നത്? എനക്കെന്താ തലയിൽ ഓളം ഉണ്ടാ? ലീഗലായിട്ട് ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുമ്പോ ഞാൻ ഇതിന് ഇല്ലീഗൽ വഴി നോക്കുന്നത്. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.